കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളിൽ AICC നേതൃത്വത്തെ ആശങ്ക അറിയിച്ച UDF ഘടകകക്ഷികൾ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി മുസ്ലിം ലീഗ് RSP നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചകളിലാണ് ഇക്കാര്യം ചർച്ചയായത്. മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്തം കോൺഗ്രസ് പ്രകടിപ്പിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാരെന്ന ചർച്ചകൾ, ശശി തരൂരിന്റെ വിവാദ ലേഖനം, KPCC അധ്യക്ഷ പദം, അങ്ങനെ അടുത്തിടെ കോൺഗ്രസിൽ ഉയർന്ന തർക്കങ്ങളിൽ UDF ഘടകകക്ഷികൾ നേരത്തെ തന്നെ അതൃപ്തി പരസ്യമാക്കിയതാണ്. ഇപ്പോൾ ഹൈക്കമാൻഡിനെയും ആശങ്ക നേരിട്ടറിയിച്ചു. കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ പരിഹരിച്ചെങ്കിലും അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗിനും RSPക്കും. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അവർ നടത്തുന്ന ചർച്ചയല്ലേ, തീർച്ചയായും അത്തരം കാര്യങ്ങൾ തന്നെയാണല്ലോ. പക്ഷേ ചർച്ചയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ കഴിയില്ല. ഇന്ന് നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരെ ശക്തമായ ജനരോഷം നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് UDFന് അനുകൂലമായി പോസിറ്റീവായി വോട്ടായി മാറുന്ന സാഹചര്യം ഉണ്ടാകണം. അത് വെച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരണം. ഇതിനുവേണ്ടി ദീർഘനേരം ഞങ്ങൾ ആശയവിനിമയം നടത്തി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഘടകകക്ഷികൾ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ നേതാക്കൾ പ്രവർത്തിക്കരുതെന്ന് ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതൃത്വം അഭിപ്രായപ്പെട്ടു. മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രകടിപ്പിക്കണമെന്നും മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളതെന്നും മുന്നണി നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. 24 തിരുവനന്തപുരം.